ഷാർജയിൽ നിങ്ങൾ എവിടെ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോ, പക്ഷേ ദുബായിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് ഓർക്കാതെ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്ത്. കാരണം ഒരു ഡെവലപ്പർ നിങ്ങൾക്ക് 7% റെൻ്റൽ ROI ഗ്യാരണ്ടീഡ് ആയിട്ട് 5 വർഷത്തേക്ക് തരുന്ന ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതും 40-60 പേയ്മെൻറ്റ് പ്ലാനിൽ വെറും 10% മാത്രം നിങ്ങൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി. ബാക്കി വരുന്ന എമൗണ്ട് നിങ്ങൾ 0.25% മന്ത്ലി പേ ചെയ്തുകൊണ്ട് നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ പറ്റും. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സാധാരണ നമുക്ക് 4% DLD ആണ് ദുബായിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ഉണ്ടാകുക. എന്നാൽ ഈ ഒരു ഡെവലപ്പർ 50% നിങ്ങളുടെ DLD ഫീ അവർ തന്നെ നിങ്ങൾക്ക് പേ ചെയ്ത് തരും. അതായത് 2% മാത്രം നിങ്ങൾ അടച്ചാൽ മതി. ഞാൻ പറഞ്ഞു വരുന്നത് ദുബായ് പ്രൊഡക്ഷൻ സിറ്റിനെ കുറിച്ചാണ്. കാരണം ഈ ഒരു ലൊക്കേഷൻ്റെ ഫ്രണ്ടിലുള്ള അൽഫേ റോഡ്, അതായത് 1.5 ബില്യൺ ദിറംസിൻ്റെ എക്സ്പാൻഷൻ ഗവൺമെൻറ് ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മെട്രോ, ഗോൾഡ് ലൈൻ മെട്രോ ഈ ഒരു ലൊക്കേഷനിൽ ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതായത് 2029 ഈ ഒരു ലൊക്കേഷനിൽ ഗോൾഡ് ലൈൻ മെട്രോ വരുന്നതാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എത്തിഹാദ് റെയിലിന് ദുബായിൽ ആകെ അനൗൺസ് ചെയ്തിട്ടുള്ള ഏക സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിലാണ്. അത് നമ്മുടെ പ്രൊഡക്ഷൻ സിറ്റിയിലാണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഈ ഒരു ലൊക്കേഷനിൽ നല്ല രീതിയിൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ആണ് വരാൻ പോകുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് നൗ, അതായത് ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിൽ ഇപ്പോഴത്തെ റെൻ്റൽ ഈൽഡ് എന്ന് പറയുന്നത് സ്റ്റുഡിയോക്ക് നോക്കുകയാണെങ്കിൽ 8%, 1 ബെഡിന് നോക്കുകയാണെങ്കിൽ 7.4%, 2 ബെഡിന് നോക്കുകയാണെങ്കിൽ 7% റൈറ്റ് നൗ റെൻ്റൽ ഈൽഡ് ഉണ്ട്. അതായത് ഡെവലപ്പ് ചെയ്യാത്ത ലൊക്കേഷനിൽ ഇപ്പോഴത്തെ റെൻ്റൽ ഈൽഡാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു ലൊക്കേഷനിൽ ഈ ഡെവലപ്പർ ഓൾറെഡി നിങ്ങൾക്ക് റെൻ്റൽ ROI ഗ്യാരണ്ടീഡ് ആണ്. നൗ വൈ മെറാക്കി, അവർ ഓൾറെഡി ഹാൻഡ് ഓവർ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വരുന്നത് മജാനിലാണ്. മജാനിൽ നമ്മൾ ബയൂത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ റെൻ്റൽ ട്രെൻഡ് വരുന്നത് ആവറേജ് സ്റ്റുഡിയോക്ക് വരുന്ന റെൻ്റൽ എന്ന് പറഞ്ഞാൽ 60K ആണ്. അത് കഴിഞ്ഞ് 1 ബെഡിനാണെങ്കിൽ 72,000 ദിറംസ് ഇയർലി റെൻ്റൽ വരും. 2 ബെഡിനാണെങ്കിൽ നമുക്ക് 92,000 ദിറംസ് ആണ് അവിടെ ഇയർലി റെൻ്റൽ വരുന്നത്. ഇനി നമ്മുടെ മെറാക്കിൻ്റെ അവിടെ ഹാൻഡ് ഓവർ ആയിട്ടുള്ള പ്രൊജക്റ്റിൽ എത്ര റെൻ്റൽ കിട്ടും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. സ്റ്റുഡിയോക്ക് അവിടെ ആവറേജ് വരുന്നത് 63,000 ദിറംസ് ആണ്. ഓൾമോസ്റ്റ് നമ്മുടെ ആവറേജിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 10% ഹയർ ആണ്. 5% ഹയർ ആണ്. ഇനി 1 ബെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 13,000 ദിറംസ് അധികമാണ് അവിടുത്തെ ആവറേജിനെക്കാട്ടിലും ഈ ഹെവനിൽ, അതായത് മിറാക്കിൻ്റെ ഹാൻഡ് ഓവർ ആയിട്ടുള്ള പ്രൊജക്റ്റിൽ. ഇനി 2 ബെഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ 92,000 ദിറംസ് ആണ് അവിടുത്തെ ആവറേജ് വരുന്നത്. നമ്മുടെ ഹാൻഡ് ഓവർ ആയിട്ടുള്ള മെറാക്കിയുടെ പ്രൊജക്റ്റിൽ വരുന്നത് 100,000 ആണ്. സോ ആ ഒരു ലൊക്കേഷനിൽ ഏതൊരു ഡെവലപ്പറിന് കിട്ടുന്നതിനെക്കാട്ടിലും റെൻ്റൽസ് ഇവരുടെ പ്രൊജക്റ്റിന് കിട്ടുന്നുണ്ട്. അത് നമുക്ക് ബയൂത്ത് എടുത്താൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇനി ഈ ഒരു ലൊക്കേഷനിൽ ആരൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഇത് ആർക്കൊക്കെ ഐഡിയൽ അല്ല എന്നുള്ളത് ആദ്യം പറഞ്ഞുതരാം. നിങ്ങളൊരു അൾട്രാ ലക്ഷറി ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ലൊക്കേഷനാണ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ നിങ്ങൾക്കുള്ള ലൊക്കേഷൻ അല്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ഹൈ റിസ്ക് ആയിട്ടുള്ള ഹൈ റിട്ടേൺസ് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ എന്തുകൊണ്ടും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്. ഇനി നിങ്ങൾ റെൻ്റൽസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ലൊക്കേഷൻ്റെ ചുറ്റിലുമാണ് ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ്, ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് 2, അതായത് ലോഞ്ച് ചെയ്ത ജുമേറ ഗോൾഫ് എസ്റ്റേറ്റ് 2 ഈ ലൊക്കേഷനിലാണ്. അവിടെയാണ് വേൾഡ് ടൂർ അടക്കം നടക്കാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ പ്രൈസിംഗ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം. ഫുള്ളി ഫിറ്റഡ് ആയിട്ട് വരുന്ന ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റുഡിയോ വരുന്നത് 127 യൂണിറ്റുകളാണ്. അവിടെ നിങ്ങൾക്ക് 400 സ്ക്വയർ ഫീറ്റ് മുതൽ അതിൻ്റെ സൈസ് തുടങ്ങുന്നുണ്ട്. 900,000 ദിറംസ് ആണ് അവിടെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇത് നിങ്ങൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ റിട്ടേൺസ് ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിന് എനിക്ക് കുറച്ചുകൂടി സമയം വേണം. നിങ്ങൾ എൻ്റെ താഴെ കാണുന്ന നമ്പർ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം എങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റർ ഈ ഒരു പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നല്ല റിട്ടേൺസ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. കൂടുതൽ 2 ബെഡ് ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.6 മില്യൺ ദിറംസ് മുതൽ നമുക്ക് 2 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ സൈസ് വരുന്നത് 1,200 മുതലാണ്. ഇനി 1 ബെഡ് ആണെങ്കിൽ 722 സ്ക്വയർ ഫീറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യും. 1.2 മില്യൺ ദിറംസ് മുതലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ. ഞാൻ നിങ്ങൾക്ക് നേരിട്ട് പറഞ്ഞുതരാം എങ്ങനെ ഒരു ഇൻവെസ്റ്റർ ഈ ഒരു ഗെയിം കളിക്കുന്നുള്ളത്.